ബിഗ് ബോസ് ക്രൂ എന്റെ മുഖത്തൊക്കെ പറഞ്ഞു യു ആർ വെൽ പ്ലേഡ് എന്നാണ് ഷോ ഡയറക്ടർ വന്ന് എന്നോട് പറഞ്ഞത്. യു ആർ വെൽ പ്ലേഡ് ബട്ട് വോട്ടിംഗ് ഇസ് നിങ്ങൾക്ക് അൺഫെയർ ആയിപ്പോയി. ഞങ്ങളും അത് ചിന്തിക്കുന്നു. ബിക്കോസ് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവർ തന്നെ വിഷമിച്ചു ഞാൻ ഇറങ്ങിയതിൽ. ഞാൻ അതിൽ സന്തോഷിക്കും. അതൊക്കെ ഒരു ട്രോഫി ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജനങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നു. ബിക്കോസ് ഓൾ സെഡ് ഇറ്റ്സ് ആൻ അൺഫെയർ എവിക്ഷൻ എന്ന്. സോ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. അത് എൻ്റെ ക്യാരക്ടർ ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. എന്നില്ല ആ ഒരു ഹോട്ട് സീറ്റ് എന്നുള്ള ശാരിക എന്നുള്ള ക്യാരക്ടർ അല്ല, അതൊരു ഷോ ആണ്. അത് ലാലേട്ടൻ അവിടെ പ്രഖ്യാപിച്ചു. ആ ഹോട്ട് സീറ്റ് അവരുടെ ഷോ ആണ്, അവരുടെ പ്രൊഫഷനാണ്, അവരുടെ അരിയാണ്. അത് അവരല്ല, മറിച്ച് ഞാനത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഹോട്ട് സീറ്റ് ഹിറ്റ് അടിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ പറ്റട്ടെ. പുറത്തിറങ്ങിയതിനു ശേഷം താങ്കളുടെ സ്വന്തമായിട്ടുള്ള മീഡിയയില്, സോഷ്യൽ മീഡിയയില് ബിഗ് ബോസിന്റെ കുറെ കാര്യങ്ങൾ, കുറെ കോണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പൊ നെവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താ? നെവിൻ തുടക്കത്തിലെ ആഴ്ച പുറത്ത് നിന്ന് ആൾക്കാർ കാണുന്ന പോലെ അല്ല, അകത്ത് നിൽക്കുന്ന ഒരു ഗെയിമർക്ക് അത് എക്സ് കണ്ടസ്റ്റൻസിന് നന്നായിട്ട് മനസ്സിലാവും ഉള്ളിലുള്ള ആൾക്കാർ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ബിഗ് ബോസിന് ഇത്ര കാര്യങ്ങൾ അവിടെ ഇറക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കറക്റ്റ് കാണണമെങ്കിൽ ഇപ്പം ഞാൻ എന്നെ നോക്കി സംസാരിക്കാം, എനിക്ക് അറിയാം ഇപ്പം ഞാൻ എന്തായിരിക്കും പറയാം, ദേഷ്യത്തിലാണോ പീസ്ഫുൾ ആണോ ഹാപ്പി ആണോ എന്ന് എനിക്ക് ഇപ്പം അറിയാൻ പറ്റും. അത് തന്നെയാണ് അവിടുത്തെ അവസ്ഥയും. ഇപ്പം നെവിൻ എന്നോട് സംസാരിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, എന്നെ നെവിൻ തക്കാളി ശാരിക, മാഗി മമ്മി, ലേഡി ബിഗ് ബോസ് എന്നൊക്കെ എന്നെ നെവിനാണ് വിളിച്ചത്. അപ്പം നെവിൻ പറയുന്നത്, ശാരിക കേവി നിങ്ങളെ ഞാൻ നോമിനേറ്റ് ചെയ്യും, ഞാനൊരു ഗെയിമറാണ്, നിങ്ങൾക്ക് തോന്നും ഞാൻ എന്റർടൈനർ ആണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഡാൻസ് കളിക്കുക, പക്ഷേ ഹീസ് എ പക്ക ഗെയിമർ. അവനൊരു ഗെയിമറാണ്. പക്ഷെ അവൻ ആരുടെയും പ്രൈവസിയിൽ ഇടപെടാനോ കുശുമ്പ് കുത്താനോ